യെസ്, അങ്ങനെ അതിനൊരു വഴി തെളിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗിവ് അവേ ഉണ്ട്, വീഡിയോയിൽ പറയാം. യൂട്യൂബിൽ കാലങ്ങളായിട്ട് വീഡിയോ ഇടുന്നുണ്ട്, പക്ഷെ നമ്മൾ വിചാരിച്ച പോലുള്ള വ്യൂസ് കിട്ടുന്നില്ല, മറ്റുള്ളവരിലേക്ക് നമ്മളെ വീഡിയോസ് ഒന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവർക്കും പുതിയ ചാനൽ തുടങ്ങിയിട്ട് പെട്ടെന്ന് ഗ്രോത്ത് ചെയ്യണമെന്ന് വിചാരിക്കുന്നവർക്കൊക്കെ ഞാൻ ഇന്ന് ഈ പറയുന്ന ഈ സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, രക്ഷപ്പെടും. ദ മേക്കേഴ്സ് കണക്റ്റിന്റെ അണ്ടറിൽ ഓൺലൈൻ എന്നൊരു ആപ്പ് അവർ ഇറക്കിയിട്ടുണ്ട്. ഇതിലൂടെ നമ്മൾ ഇടുന്ന വീഡിയോസിന് ഒരു എക്സ്ട്രാ ബൂസ്റ്റ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ നോട്ടിഫിക്കേഷൻ മറ്റുള്ളവരിലേക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതിലൂടെ നമുക്ക് എക്സ്ട്രാ വ്യൂസും വാച്ച് ടൈമും കൂട്ടിയെടുക്കാൻ സാധിക്കും. TMC ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന ക്രിയേറ്റേഴ്സിന് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ്. ഒരുപാട് ആപ്പുകളും സൈറ്റുകളും ഉണ്ടെന്നുള്ളത് ഓൾറെഡി നിങ്ങൾക്കും എനിക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു ആപ്പ് എടുത്ത് വീഡിയോ ചെയ്യാൻ കാരണം ഇതിൽ ജെന്യുവൻ ആയുള്ള വ്യൂസും വാച്ച് ടൈമും കിട്ടുന്നു എന്നുള്ളതുകൊണ്ടാണ്. പലരും ചെയ്യാറുള്ളത് കാണുന്ന എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അങ്ങോട്ട് ജോയിൻ ചെയ്യും, എന്നിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ അതിൻ്റെ ലിങ്ക് എടുത്തിട്ട് ഈ ഗ്രൂപ്പുകളിലെല്ലാം അങ്ങോട്ട് പേസ്റ്റ് ചെയ്യും. ഈ ഗ്രൂപ്പിലുള്ള പകുതിയിലേറെ ആളുകളും ഇത് കാണില്ല എന്നുള്ളത് വേറെ കാര്യം. ഇനി കണ്ടാലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇനി വേറെ പലരും ചെയ്യുന്നത് ഒരുപാട് ഉടായ്പ വെബ്സൈറ്റുകളുണ്ട്, വ്യൂസും ഫോളോവേഴ്സും ഒക്കെ വഴി ചെയ്യുന്നത്. അപ്പോൾ അതിലൊക്കെ പോയിട്ട് ക്യാഷ് കൊടുത്തിട്ട് ഈ താൽക്കാലിക വ്യൂസ് അങ്ങോട്ട് വാങ്ങിച്ചു വെക്കും. ഇനി ചിലർ ചെയ്യുന്ന എന്താണ്, ഒരുപാട് മെയിൽ IDs അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കും, എന്നിട്ട് ആ ഒരു മെയിൽ ID ഓരോന്ന് സ്വിച്ച് ചെയ്തിട്ട് ആ ഒരു വീഡിയോക്ക് പോയിട്ട് കമൻറ്റും ലൈക്കും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ട് കാണുകയും ചെയ്യും. എന്താല്ലേ ബുദ്ധി പോയൊരു പോക്കി. ഈ പറഞ്ഞതിൽ ഏത് ചെയ്ത് കഴിഞ്ഞാലും യൂട്യൂബിന് അത് കറക്റ്റായിട്ട് കാണാനും അത് ജഡ്ജ് ചെയ്യാനും സാധിക്കും. അപ്പോൾ യൂട്യൂബ് നോക്കുന്ന സമയത്ത് എക്സ്റ്റേണൽ വ്യൂസ് ആയിരിക്കും അതിൽ കാണുക. അപ്പോൾ നമ്മൾ ഓർഗാനിക് ആയിട്ട് കിട്ടുന്ന വ്യൂസിനേക്കാൾ ഇതുപോലുള്ള വ്യൂസ് ഒക്കെയാണ് കൂടുതലായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു പോസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നു. ചിലപ്പോൾ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ കുറച്ചുകൂടെ വ്യൂസ് കിട്ടേണ്ടത് ഇല്ലാതാക്കും. അതേപോലെ പുഷ് നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് ഇല്ലാതാക്കും. പോകെ നിങ്ങളുടെ ചാനലും അങ്ങനെ അത് ഡൗൺ ആവും. ഇനി മൾട്ടിപ്പിൾ മെയിൽ IDs വെച്ചിട്ട് ചെയ്യുന്ന ലൈക്ക്, കമന്റ്, അതേപോലെ വ്യൂസ് അങ്ങനെയൊക്കെ കിട്ടുന്ന സാധനമൊക്കെ സ്കാം റിപ്പോർട്ടായിട്ട് പോവുകയും ചെയ്യും. നിങ്ങളുടെ ചാനൽ കുറച്ച് വ്യൂസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് നിങ്ങൾക്ക് നല്ല രീതിയിൽ വലിയൊരു വ്യൂസ് കിട്ടേണ്ടതും ചാനൽ ഗ്രോത്തിലേക്ക് പോകുന്നതൊക്കെ ഈ കാരണത്താൽ ഇല്ലാതാവും. എന്നാൽ ഈ ഓൺലൈൻ ആപ്പ് ചെയ്യുന്ന ഇതുപോലെ ലിങ്ക് കൊടുത്തോ ഉടായ്പയുള്ള എക്സ്റ്റേണൽ വ്യൂസോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. 100% ഓർഗാനിക് ആയിട്ടുള്ള ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്ന് നിങ്ങളുടെ വീഡിയോ സെർച്ച് ചെയ്ത് വീഡിയോയിലേക്ക് എത്തിയിട്ട് അത് കാണുകയാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ സ്പാമോ റിപ്പോർട്ടോ ആവാത്ത ലൈക്ക്, ഷെയർ, കമന്റ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യും. ഈ ഒരു ആപ്പിൽ നമ്മുടെ ചാനൽ ലിങ്കോ പാസ്വേഡോ വീഡിയോ ലിങ്കോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്പ് സേഫും ആണ്. എങ്ങനെയാണ് ഈ ഓൺലൈൻ ആപ്പ് ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരിക. അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നേരെ ഓക്കെ എന്ന് കൊടുക്കുക. അപ്പോൾ തന്നെ ഒരു OTP വരും. ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ ആയിട്ട് നിങ്ങളുടെ നെയിം, താഴെയായിട്ട് നിങ്ങളുടെ മെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. സേവ് എന്ന് കൊടുക്കുക. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഇന്റർഫേസിലേക്കായിരിക്കും എത്തുക. ഇവിടെ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ എന്തെങ്കിലും ലൈൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും വ്യൂസ് ബൂസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ സൈനപ്പ് ചെയ്തിട്ട് യൂട്യൂബ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 1200 ക്യാഷ് കോയിൻ നമുക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇൻസ്റ്റാ, ഫേസ്ബുക്ക്, ട്വിറ്റർ ഇതൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ഓരോന്നിനും 50 കോയിൻസ് വെച്ചും ലഭിക്കും. സത്യം പറഞ്ഞാൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഈ ഒരു ആപ്പ് പേയ്മെന്റ് കൊടുത്താലായിരുന്നു നമുക്ക് യൂസ് ചെയ്യാൻ തന്നെ പറ്റുക. ഇപ്പോൾ അവർ പൂർണ്ണമായിട്ട് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ടെന്ന് മാത്രമല്ല ഈ ക്യാഷ് കോയിനും കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. 1200 ക്യാഷ് കോയിൻ കിട്ടാനായിട്ട് സൈനപ്പ് ചെയ്ത ഉടനെ തന്നെ ഇവിടെ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രൊഫൈലിൽ പോവുക. ഇവിടെ കണക്ട് യൂട്യൂബ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ചാനൽ നെയിം എന്താണോ അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം കണക്ട് എന്നുള്ള കൊടുക്കുക. ചാനൽ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ ഇതൊക്കെ ആഡ് ചെയ്യാം. അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള കോയിൻസ് ആഡ് ആവുന്നതാണ്. കോയിൻസ് ആഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് ഇവിടെ ക്യാഷ് എന്നുള്ളവിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1200 കോയിൻ നിങ്ങൾക്ക് ആഡ് ആയിട്ടുണ്ടാവും. മൈ റീസെൻ്റ്ലി ക്യാഷ് ട്രാൻസാക്ഷൻ എന്നുള്ളവിടത്ത് കണ്ടില്ലേ, കണക്ട് യൂട്യൂബ് എന്നുള്ളതിൻ്റെതായിട്ട് 1200 രൂപ നിങ്ങൾക്ക് റിസീവ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി കുറച്ച് ക്യാഷ് കോയിൻ ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു ക്യാഷ് കോയിൻ വെച്ചിട്ട് നമ്മുടെ വീഡിയോസിന് വ്യൂസിന് കൊടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇവിടെ താഴെയായിട്ട് ക്രിയേറ്റ് ലൈൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഏത് സോഷ്യൽ മീഡിയ ആണോ വേണ്ടതെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ യൂട്യൂബിലെ വീഡിയോ ആണ് എനിക്ക് വ്യൂസ് കിട്ടേണ്ടത്, അതുകൊണ്ട് യൂട്യൂബ് എന്നുള്ള സെലക്ട് ചെയ്തു. ചാനൽ ഓൾറെഡി ലിങ്ക് ചെയ്തുകൊണ്ട് തന്നെ ചാനൽ നെയിം ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. ഇനി ഇവിടെയായിട്ട് ഏത് വീഡിയോസിനാണോ വ്യൂസ് കിട്ടേണ്ടത് അതിൻ്റെ ടൈറ്റിൽ ഇവിടെ പേസ്റ്റ് ചെയ്യുക. ലിങ്ക് അല്ല പേസ്റ്റ് ചെയ്യേണ്ടത്. ലിങ്കുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ടൈറ്റിൽ കോപ്പി ചെയ്യാനായിട്ട് ക്രിയേറ്റർ സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ പോയിട്ട് നിങ്ങൾക്ക് ടൈറ്റിൽ കോപ്പി ചെയ്യാം. ഞാൻ ക്രിയേറ്റർ സ്റ്റുഡിയോയിലാണ് പോയിട്ടുള്ളത്. ഇതാ ടൈറ്റിൽ സെലക്ട് ചെയ്തു, കോപ്പി എന്ന് കൊടുത്തു. അതിനുശേഷം ഇവിടെ പേസ്റ്റ് എന്നുള്ളത് കൊടുത്തു. അതിനുശേഷം
വാച്ചിങ് ഡ്യൂറേഷൻ എത്ര ടൈമാണ് അവർ കാണേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടെ കൊടുക്കാം. അതിനുശേഷം ഇവിടെ റിലീസ് ചെയ്തിട്ടുണ്ടോ അതോ നോൺ റിലീസ്ഡ് ആണോ എന്നുള്ളത് കൊടുക്കുക. ഇവിടെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കീവേഡ്സോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം. ഇനി ഇവിടെ ആയിട്ട് 5 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്താൽ മാത്രമേ അവർക്ക് ക്യാഷ് കോയിൻസ് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ 4 സ്ക്രീൻഷോട്ട് വേണം, അതും സ്കിപ്പിംഗ് ഇല്ലാതെ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ ഇത് ടിക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ടിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 3 സ്ക്രീൻഷോട്ടായിട്ട് സ്റ്റാർട്ടിലും മിഡിലും എൻഡിലും വാച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതും ഞാൻ ടിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കമൻറ്റിൻ്റെയും കൂടെ ഞാൻ ടിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം താഴെ ഇവിടെ ആയിട്ട് നമ്മുടെ തംബ്നെയിലിൻ്റെ ആ ഒരു ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ ഇവിടെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തംബ്നെയിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഞാനിവിടെ ക്ലിക്ക് ചെയ്തു, ഞാൻ ആ തംബ്നെയിൽ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ താഴെയായിട്ട് എത്ര വ്യൂസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ക്യാഷ് കോയിൻ ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വ്യൂസ് എത്രയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. 10 വ്യൂസ് ആണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഓക്കെ, 10 വ്യൂസിന് 600 ക്യാഷ് കോയിൻസ് ആണ്. അതിനുശേഷം ഇവിടെ സബ്മിറ്റ് എന്നുള്ളത് കൊടുക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ആ ഒരു ലൈന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തംബ്നെയിലൊക്കെ വെച്ചിട്ട് അതിൻ്റെ ടൈറ്റിലൊക്കെ കൊടുത്തിട്ട് എത്ര ഡ്യൂറേഷൻ ആണ് കാണേണ്ടതെന്ന് എല്ലാ സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വീഡിയോസിന് വ്യൂസ് കിട്ടാനുള്ള ലൈന് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഒരുപാട് ലൈൻസും അതുപോലെ ഒരുപാട് വ്യൂസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് കോയിൻസ് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു ക്യാഷ് കോയിൻ എങ്ങനെയാണ് നമുക്ക് ഏൺ ചെയ്യാമെന്നുള്ളതും ക്യാഷ് ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ഇതിലൂടെ ഏൺ ചെയ്തെടുക്കാൻ സാധിക്കും മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ടുകൊണ്ട്. അപ്പോൾ മറ്റുള്ളവർ ഇതേപോലെ ലൈന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മുടെ വീഡിയോസ് എങ്ങനെയായിരിക്കും കാണുന്നത് എന്നുള്ളതും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ തംബ്നെയിൽ കൊടുത്തിട്ടുണ്ട്, ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, എത്ര ഡ്യൂറേഷനാണ് നമ്മൾ കാണേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്, ചാനൽ നെയിം കൊടുത്തിട്ടുണ്ട്, ഒരു കീവേഡും കൊടുത്തിട്ടുണ്ട്, പിന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതും കറക്റ്റായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കൗണ്ടിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 5 മിനിറ്റാണ് ഈ വീഡിയോ കാണേണ്ടത്. അപ്പോൾ അത് ഓൾറെഡി ഇവിടെ സ്റ്റാർട്ട് ആയതാണ്. ഈ ഒരു കൗണ്ടിങ് കഴിഞ്ഞതിന് ശേഷം ഒരു 4 മിനിറ്റും കൂടെ കിട്ടും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ആ ഒരു സ്ക്രീൻഷോട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ടൈമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇൻവാലിഡ് ആയിരിക്കും, നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാനിതാ ഇപ്പോൾ ഈ ഒരു ചാനൽ നെയിം കോപ്പി ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈറ്റിലും കോപ്പി ചെയ്യാം. അതിനുശേഷം നേരെ യൂട്യൂബിൽ വരിക, സെർച്ചിൽ നേരെ ഈ ഒരു ചാനൽ നെയിം പേസ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു തംബ്നെയിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തംബ്നെയിലിനനുസരിച്ച് നിങ്ങൾ ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണുക. ഓക്കെ, ഇപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു. ഫസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നമ്മളോട് 5 മിനിറ്റാണ് ടോട്ടൽ കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പകുതി ടൈം ആകുമ്പോഴാണ് സെക്കൻഡ് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത്. അതായത് 2.5 മിനിറ്റ് ഇവിടെ ആകുമ്പോൾ നമ്മൾ സെക്കൻഡ് സ്ക്രീൻഷോട്ട് എടുക്കണം. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഈ ഒരു ടൈമും കൂടെ നിങ്ങൾ മൊബൈൽ ഫോണിൽ എവിടെയാണോ ടൈം ഉള്ളത് ആ ഒരു ടൈമും കൂടെ ഇൻക്ലൂഡ് ആവുന്ന രീതി വേണം സ്ക്രീൻഷോട്ട് എടുക്കാൻ. ഈ ഒരു ടൈമും ഇവിടുത്തെ ടൈമും വെച്ചിട്ടായിരിക്കും അത് വെരിഫൈ ചെയ്യുക. അല്ലെങ്കിൽ ഉടായ്പിൽ പലരും ഇങ്ങനെ സ്കിപ്പ് ചെയ്തിട്ട് ആ ഒരു സ്ക്രീൻഷോട്ട് എടുക്കും. അങ്ങനെ 4 സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കളയുന്ന ആളുകളുണ്ടാവും. ഏകദേശം 2.5 മിനിറ്റ് ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 2.5 മിനിറ്റ് ആയതിനു ശേഷം രണ്ടാമത്തെ സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, 5 മിനിറ്റിന്റെ പകുതി ഏകദേശം 2.5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ഇവിടെ ഒരു കമന്റും ചെയ്യുക. എന്നിട്ട് ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ഇനി 4ാമത്തെ സ്ക്രീൻഷോട്ട് നമ്മളോട് 5 മിനിറ്റ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 5 മിനിറ്റ് ആവുന്ന സമയത്ത് അവസാനത്തെ സ്ക്രീൻഷോട്ടും കൂടെ എടുക്കാം. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അവസാനം 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവസാനത്തെ സ്ക്രീൻഷോട്ടും കൂടെ എടുക്കുക. ഈ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ വരുന്ന രീതിയിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നേരെ ബാക്കിലോട്ട് തന്നെ വരിക, ആപ്പിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ ഇവിടെ സബ്മിറ്റ് സ്ക്രീൻഷോട്ട് എന്ന് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ആ 4 സ്ക്രീൻഷോട്ടും നേരെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇവിടെ 4 സ്ക്രീൻഷോട്ടും വന്നിട്ടുണ്ട്. സബ്മിറ്റ് സ്ക്രീൻഷോട്ട് എന്നുള്ളത് ഒന്നും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതുപോലെ കാണുന്ന എല്ലാ വീഡിയോസിൻ്റെയും ലിസ്റ്റ് ഇവിടെ പെർഫോമഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. അതേപോലെ ലൈൻസ് എന്നുള്ളവർക്ക് മറ്റുള്ളവർ ഇടുന്ന വീഡിയോസ് കാണിക്കും. അതേപോലെ ക്രിയേറ്റഡ് എന്നുള്ളവർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ ലിസ്റ്റും കാണിക്കും. ഇങ്ങനെ വീഡിയോസ് കണ്ട ശേഷം അപ്പോൾ തന്നെ സ്പോട്ടിൽ നമുക്ക് ആ ഒരു കോയിൻ കയറുന്നതാണ്. അപ്പോൾ ഇവിടെ ക്യാഷ് കോയിൻ എന്നുള്ളവിടത്ത് പോയി കഴിഞ്ഞ് മൈ റീസെൻറ്റ് ക്യാഷ് ട്രാൻസാക്ഷൻ എന്നുള്ളവിടത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കണ്ടില്ല, നമ്മൾ ആ കണ്ടിട്ടുള്ളതിന് 100 കോയിൻസ് നമുക്ക് ആഡ് ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ എത്രത്തോളം ലെങ്ത് കാണുന്നോ അതിനനുസരിച്ചാണ് നമുക്ക് കോയിൻസ് കിട്ടുക. അപ്പോൾ 4 മിനിറ്റ് ആണെങ്കിൽ 80 കോയിൻസ് കിട്ടും. അതേപോലെ തന്നെ അതിനനുസരിച്ച് നമുക്ക് കോയിൻസ് കിട്ടുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുള്ള വീഡിയോസിന് 100 കോയിൻസ് സ്പോട്ടിൽ തന്നെ കയറിയിട്ടുണ്ട്. ഈ ഒരു കോയിൻ തന്നെ ചിലപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്യണം, നമ്മൾ ചെയ്ത ഉടായ്പയിലൂടെയൊക്കെയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ
എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അവർ ചെക്ക് ചെയ്തിട്ട് ആ ഒരു വീഡിയോ ലൈന് ക്രിയേറ്റ് ചെയ്ത ആൾ റിപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ എമൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ വരെ നമ്മളത് മൈനസ് ആയി പോകും. ഈ കിട്ടിയിട്ടുള്ളത് സ്പോട്ടിൽ തന്നെ മൈനസ് ആയി പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സ്ക്രീൻഷോട്ട് കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. യാതൊരു ഉടായ്പും കാണിക്കാതെ ജെന്യുവിൻ ആയിട്ട് കാണാൻ ശ്രമിക്കുക. സംഭവം മനസ്സിലായല്ലോ? ഒരു വീഡിയോ കണ്ടാൽ തന്നെ ഇത്രയും കോയിൻസ് നമുക്ക് ലഭിക്കും. അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവരുടെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് കോയിൻസ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോസിന് ഒരുപാട് വ്യൂസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ വ്യൂസ് കിട്ടാൻ വേണ്ടി ഒരു വീഡിയോ കൊടുത്തിരുന്നല്ലോ, അപ്പോൾ അതിന്റെ സ്റ്റാറ്റസ് എത്ര ആളുകൾ കണ്ടു, എത്ര ആളുകൾ സ്പെൻഡ് ചെയ്തു, എങ്ങനെയൊക്കെയാണ് അതിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നേരെ യൂട്യൂബിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്രിയേറ്റഡ് എന്നുള്ളത് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തുള്ള എല്ലാ ലൈൻസും വരും. അപ്പോൾ ഒന്നേ നമ്മൾ ക്രിയേറ്റ് ചെയ്തുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാലറ്റിൽ എത്രത്തോളം സ്പെൻഡ് ആയി എന്നുള്ളത് കാണാൻ സാധിക്കും. എത്ര ലൈന് കംപ്ലീറ്റ് ആയി എന്നുള്ളത് കാണാൻ സാധിക്കും. ഈ ഒരു വീഡിയോ ഇട്ടിട്ട് ആകെ കുറച്ച് സമയം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്ക് 10 പേര് അത് കണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഏതൊക്കെ 10 പേര് ഇവിടെ കണ്ടിട്ടുണ്ടെന്നുള്ളത് കാണാൻ സാധിക്കും. ആ ഒരു യൂസർ നെയിമിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ സബ്മിറ്റ് ചെയ്തിട്ടുള്ള സ്ക്രീൻഷോട്ടുകളും നമുക്ക് ഓരോന്നായിട്ട് കണ്ടില്ലേ. ഓരോ സ്ക്രീൻഷോട്ടും എന്താ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ലൈക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ കാണാം. ഇനി അഥവാ ഞാൻ അവർ വല്ല ഉടായ്പും കാണിച്ചിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ ലൈക്ക് ചെയ്തിട്ടില്ലേ, അല്ലെങ്കിൽ കമന്റ് ചെയ്തിട്ടില്ലേ, അല്ലെങ്കിൽ വല്ലാതൊന്നും കണ്ടിട്ടില്ല, സ്കിപ്പ് ചെയ്ത് പോയേക്കാണെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുന്നതാണ്. ഇതുപോലെ യൂട്യൂബിൽ മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലൊക്കെ നിങ്ങൾക്ക് അതിന്റെ പോസ്റ്റുകൾ വേണമെങ്കിൽ ഇതിലൂടെ വ്യൂസിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഫോളോവേഴ്സിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ക്യാഷ് കോയിൻ കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വീഡിയോ കണ്ട് മാത്രമല്ലാതെ നമുക്ക് ഇൻവിറ്റ് ചെയ്തിട്ട് അവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിൽ യൂട്യൂബ് ആഡ് ചെയ്യുകയാണെങ്കിൽ 500 ക്യാഷ് കോയിനും, അതേപോലെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ ഇത് ഓരോന്ന് ആഡ് ചെയ്യുന്ന സമയത്ത് 50 കോയിൻസും വെച്ചിട്ട് നമുക്ക് അങ്ങനെ ടോട്ടൽ 650 കോയിൻസും കിട്ടും. അപ്പോൾ അതും ഒരു മാർഗ്ഗമാണ്. ഇനി ഇതൊന്നും അല്ലാതെ പേയ്മെന്റ് കൊടുത്തിട്ട് ക്യാഷ് കോയിൻ വാങ്ങാനുള്ള ഓപ്ഷനും ഈ ഒരു ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഭയങ്കരമായിട്ടുള്ള എക്സ്പെൻസീവ് ആണ്. ഞാൻ ഒരിക്കലും അതിന് റെക്കമെൻഡ് ചെയ്യില്ല. ചുമ്മാ നമുക്ക് മറ്റുള്ളവരുടെ വീഡിയോ കണ്ടിട്ടോ ഇൻവൈറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കാവുന്ന കേസേ ഉള്ളൂ. ഇത്രയും എമൗണ്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഈ ആപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് കസ്റ്റമർ സപ്പോർട്ട് അവൈലബിൾ ആണ്. ഇവിടെയായിട്ട് ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ makersconnect.com എന്നുള്ള വെബ്സൈറ്റിൽ ഈ ഒരു ആപ്പിന്റെ ബാക്കപ്പ് ഉണ്ട്. അപ്പോൾ അതിലും നിങ്ങൾ പോയിട്ട് ജസ്റ്റ് പ്രൊഫൈലൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ അതിൽ മറ്റുള്ളവരെ ഫോളോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതേ സംഭവം തന്നെ ആപ്പിൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് പോയിട്ട് ഈ ഒരു നെയിമിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ആളുകളെ ഫോളോ ചെയ്യാനും സാധിക്കും. യെസ്, ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ക്രിയേറ്റേഴ്സ് ആയിരിക്കും. അവർക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ TMC 25 ആളുകൾക്ക് 4000 കോയിൻ വെച്ചിട്ട് ഗിവ് ആയി നൽകുന്നുണ്ട്. ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഓൺലൈൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് അത് ഉപയോഗിക്കുക. എന്നിട്ട് ഇവിടെ ഇൻസ്റ്റാഗ്രാം പേജ് പോയിട്ട് ഫോളോ ചെയ്യുക, അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. പിന്നെ ഇവിടെ നിങ്ങളുടെ TMC ID ഉണ്ടാവും. ആ ഒരു ഐഡിയും ഈ സ്ക്രീൻഷോട്ടും ഇവരുടെ വാട്സപ്പ് നമ്പറിലേക്ക് അങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവർക്കായിരിക്കും ഈ ഒരു ഗിവ് അവേ കൊടുക്കുന്നത്. എല്ലാത്തിനെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. വിന്നേഴ്സിന് ഓൺലൈൻ ആപ്പിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലായിരിക്കും അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തിട്ട് ഫോളോ അപ്പ് ചെയ്യും. യെസ്, അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി കണ്ട ഉടായ്പ വെബ്സൈറ്റിലൊക്കെ പോയിട്ട് ഒരുപാട് പേയ്മെന്റ് കളിച്ചിട്ട് ഒരു താൽക്കാലിക വ്യൂസ് ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ നിൽക്കേണ്ട. മാത്രമല്ല അത് നമ്മുടെ ചാനലിനൊക്കെ ഗ്രോത്ത് നന്നായിട്ട് ബാധിക്കും. ഇതുപോലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലും നമ്മളിങ്ങനെ കൊണ്ടിട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് എക്സ്റ്റേണൽ വ്യൂസ് ആയിട്ട് നമ്മളെന്തോ തരികിട കാണിക്കുന്നു എന്നുള്ള രീതിയിലാണ് അത് യൂട്യൂബ് കാണുള്ളൂ. അപ്പോൾ കിട്ടേണ്ട വ്യൂസ് ചിലപ്പോൾ നല്ല വ്യൂസ് കിട്ടേണ്ട വീഡിയോ ഒക്കെ ആയിരിക്കും. ആ റെക്കമെൻഡേഷനൊക്കെ അവരങ്ങോട്ട് സ്റ്റോപ്പ് ആവും. ചാനലിൻ്റെ ഗ്രോത്ത് മൊത്തത്തിൽ ഡൗൺ ആയി പോകും. അപ്പോൾ ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം ഒരു എപ്പോഴെങ്കിലുമൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് സെൻഡ് ചെയ്യുന്നതിനൊന്നും യാതൊരു പ്രശ്നമില്ല. പക്ഷേ പുതിയ ചാനൽ തുടങ്ങിയവരോ അല്ലെങ്കിൽ ചെറിയൊരു വ്യൂസ് ഒക്കെ കിട്ടിയവരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്നും ട്രൈ ചെയ്യാതിരിക്കുക. ഇതാവുമ്പം ജെന്യുവൻ ആയിട്ടുള്ള വ്യൂസ് ആയിരിക്കും കിട്ടുക. ജെന്യുവൻ ആയിട്ട് ഒരുപാട് വാച്ച് ടൈമും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ മോണിറ്റൈസേഷൻ ആവാത്തവർക്കും ഇത് ട്രൈ ചെയ്ത് എടുക്കാവുന്ന കേസേ ഉള്ളൂ. പെട്ടെന്ന് വാച്ച് ടൈം ഒക്കെ കിട്ടാൻ ഇത് ഉപകാരപ്പെടും. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ഉപകാരമാണ് മറ്റുള്ളവരുടെ വീഡിയോ കണ്ടിട്ട് അവരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. അതിന്റെ കൂട്ടത്തിൽ നമ്മളും ഒന്ന് വളർന്നു വരുന്നു. അത്ര തന്നെ. അപ്പോൾ എല്ലാത്തിനെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അടിച്ച് മിന്നി ഇൻസ്റ്റാൾ ചെയ്തിട്ട് എല്ലാവരും ഗ്രോത്ത് ചെയ്യുക. അത്ര തന്നെ പറയാനുള്ളൂ. വീഡിയോ ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ വേണമെന്നുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. നല്ലൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.